topic understanding JavaScript. So last 2-3 ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസിക്സ് ഓഫ് HTML-ഉം CSS ആണ്. HTML കോഡിംഗ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ഒരു വെബ് പേജ് ഡിസൈൻ ചെയ്യുന്നത് കണ്ടു. അതിൻ്റെ സ്റ്റൈലിംഗ് ഡെക്കറേഷൻസ് വർക്ക്സ് എങ്ങനെയാണ് CSS ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം ലാസ്റ്റ് സിലബസിൽ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ് ജാവാസ്ക്രിപ്റ്റ്. എന്താണ് ജാവാസ്ക്രിപ്റ്റ്? ജാവാസ്ക്രിപ്റ്റിൽ വെബ് പേജിൽ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ JavaScript, an introduction. So എന്താണ് JavaScript? In the early web text was text only. നമ്മൾ ആദ്യമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്ത വെബ് പേജുകളെല്ലാം ഒരു ടെക്സ്റ്റ് ബേസ്ഡ് സം മെസ്സേജസ് ഒരു വെബ് പേജിൽ കാണിക്കുക എന്നുള്ള ഒരു പർപ്പസിൽ ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് നമ്മളൊരു HTML പേജ് ഡിസൈൻ ചെയ്തത്. ദ ഫസ്റ്റ് ബ്രൗസർ ഡിഡ് നോട്ട് സപ്പോർട്ട് ഇമേജസ്. അല്ലെങ്കിൽ ഇനീഷ്യൽ ജനറേഷൻസിലെ ഇമേജസോ ഓഡിയോസോ വീഡിയോസോ അല്ലെങ്കിൽ മൾട്ടിമീഡിയ കണ്ടന്റ് ഒന്നും നമ്മുടെ വെബ് പേജ് സപ്പോർട്ട് ചെയ്തിരുന്നില്ല. ബട്ട് ടുഡേയ്സ് വെബ്സൈറ്റ്സ് ആർ റിച്ച് വിത്ത് ഗ്രാഫിക്സ്, സൗണ്ട്സ്, ആനിമേഷൻസ് ആൻഡ് വീഡിയോസ്. അപ്പോൾ ഒന്നും നമ്മളൊരു വെബ് പേജ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ അഡീഷൻ ടെക്സ്റ്റ് നമുക്ക് അതിനകത്ത് ഗ്രാഫിക്സ്, ഇമേജസ്, മൾട്ടിമീഡിയ, ഡിഫറെൻറ്റ് മൾട്ടിമീഡിയ കണ്ടൻസ് ഉള്ള വെബ്സൈറ്റ്സ് ആണ് നമുക്കിന്ന് കാണാൻ കഴിയാം. സോ വെബ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ലൈക്ക് ജാവാസ്ക്രിപ്റ്റ് ആഡ് വിഷ്വൽ ആൻഡ് ഇൻട്രാക്റ്റീവ് ഫീച്ചേഴ്സ്. ഇവിടെയാണ് നമ്മളുടെ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. സോ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നമ്മളൊരു മൂവിയുടെ സ്ക്രിപ്റ്റ് ആ സ്ക്രിപ്റ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ച് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചിരിക്കുന്ന ചാർട്ട് പ്രകാരം ആ മൂവിയെ നമ്മൾ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നത്, അതുപോലെ വെബ് പേജിനെ നമ്മളുടെ ഈ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ആസ്പെക്ട്സിൽ വെബ് പേജിനെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വിഷ്വൽ ആൻഡ് ഇൻട്രാക്റ്റീവ് ഫീച്ചേഴ്സ്, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. വി ക്യാൻ ആഡ് വിഷ്വൽ ആൻഡ് ഇൻട്രാക്റ്റീവ് ഫീച്ചേഴ്സ് ടു എ വെബ് പേജ് യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. സോ HTML എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നതാണ്. ഇറ്റ്സ് എ മാർക്കപ്പ് ലാംഗ്വേജ് ഫോർ ഡോക്യുമെന്റ് ഫോർമാറ്റിംഗ്. ഇറ്റ് കനോട്ട് ഇന്ററാക്ട് വിത്ത് യൂസേഴ്സ് ഓർ ഓട്ടോമേറ്റ് ടാസ്ക്. ഓക്കെ, സോ HTML എന്ന് പറയുന്ന ബേസിക് ടാഗ്സ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന വെബ് പേജ് അത് യൂസറായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ആ ലോഡ് ചെയ്യുന്ന സമയത്ത് എന്താണോ ആ വെബ് പേജ് അല്ലെങ്കിൽ HTML കോഡിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന കണ്ടന്റ് അത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. സോ ടു എനേബിൾ ഇന്ററാക്ഷൻസ് ആൻഡ് ഓട്ടോമേഷൻ, ഓട്ടോമാറ്റിക് അപ്ഡേറ്റ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആർ നീഡഡ്. So that is why we need a script, JavaScript in web pages. Only one answer: to enable interactions with the user and to implement automation or auto update. Okay. So what is a scripting language? Okay, so it's a language, it's a programming language. എല്ലാ ലാംഗ്വേജ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ബട്ട് ഇറ്റ് ഈസ് സിംപ്ലർ ദാൻ ഫുൾ പ്രോഗ്രാമിംഗ് ലൈക്ക് സി, ജാവ, പൈത്തൺ അങ്ങനെയുള്ള ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അല്ല, ബട്ട് ഇറ്റ് ഈസ് വെരി പവർഫുൾ ടൂൾ. Then easy to learn with a simple syntax and few commands used along with HTML to create interactive web pages. അപ്പോൾ HTML-ൻ്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്, ടു മേക്ക് ദ HTML വെബ് പേജ് മോർ ഇൻട്രാക്റ്റീവ്. So a JavaScript can range from a single line to a full application. സിംഗിൾ ലൈനുള്ള ജാവാസ്ക്രിപ്റ്റ് നമുക്ക് എഴുതാൻ പറ്റും, ഒരു ഫുൾ ആപ്ലിക്കേഷൻസ് നമുക്ക് എഴുതാൻ പറ്റും. ദാറ്റ്സ് വിൽ സീ ലേറ്റർ. സോ ജാവാസ്ക്രിപ്റ്റ് ഈസ് ഇന്റർപ്രറ്റഡ് നോട്ട് കമ്പൈൽഡ്. സോ ഇന്റർപ്രറ്റഡും കമ്പൈൽഡും തമ്മിൽ വ്യത്യാസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്റർപ്രറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ ഓഫ് കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈൻ ഓഫ് കോഡിനെ എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അടുത്ത ലൈൻ ഓഫ് കോഡ് എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ സെക്കൻഡ് ലൈൻ ഓഫ് കോഡ്. സോ ലൈൻ ബൈ ലൈൻ നമ്മൾ എൻ്റർ ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ സീക്വൻസ് ഓഫ് ഫ്ലോ അനുസരിച്ച് 1 by 1 എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത്. കമ്പൈലർ എന്ന് പറയുന്ന ഫുൾ കോഡ് എഴുതിയതിനു ശേഷം ആ ഫുൾ കോഡിനെ സിംഗിൾ ഗോയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മൾ കമ്പൈലർ എന്ന് പറയുന്നത്. That we will study in detail in later semester. So the JavaScript is interpreted ആണ്, not a compiled version അല്ല. ബ്രൗസർ എക്സിക്യൂട്ട്സ് സ്ക്രിപ്റ്റ് ലൈൻ ബൈ ലൈൻ. നമ്മൾ എങ്ങനെയാണോ ജാവാസ്ക്രിപ്റ്റിൽ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിരിക്കുന്നത് ആ കോഡ് 1, 2, 3, 4 ഈ ഓർഡറിൽ ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. Advantages of interpreted scripts are easy to write and edit, immediate effect after reloading the page. Okay, so we'll see. So role of JavaScript in web pages. എന്താണ് question? എന്താണ് JavaScript? Why JavaScript with HTML web pages? So points are display messages in a web page, browser status lines or alert boxes. നമ്മൾ സർട്ടൻ ആപ്ലിക്കേഷൻസിൽ അല്ലെങ്കിൽ വെബ് പേജ് ഒക്കെ നോക്കുമ്പോൾ ഒരു ബട്ടറൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു മോളിൽ നിന്നൊരു പോപ്പപ്പ് മെസ്സേജ് വരുന്നത് കാണാൻ പറ്റും.
അല്ലെങ്കിൽ റിയൽ ടൈം ആയിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് വാല്യൂസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. സോ അങ്ങനെയുള്ള ഒരു സ്റ്റാറ്റസ് ലൈൻസ് കാണിക്കുക, അലേർട്ട് ബോക്സസ് കാണിക്കുക, മെസ്സേജസ് വെബ് പേജിൽ ഡിഫറെൻറ്റ് മെസ്സേജസ് കാണിക്കുക, ഓരോ ടൈം ഇൻ്റർവെല്ലിൽ വാർണിംഗ് മെസ്സേജ് കാണിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടന്റ് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അലേർട്ട് വരിക. അതൊക്കെ വെബ് പേജിൽ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത് കൊണ്ടാണ്. ദെൻ സെക്കൻഡ് ആപ്ലിക്കേഷൻ യു ക്യാൻ റൈറ്റ് ആസ് വാലിഡേറ്റ് ഫ്രം ഡാറ്റ ആൻഡ് പെർഫോം ഓട്ടോമാറ്റിക് കാൽക്കുലേഷൻസ്. നമ്മൾ ഒരു വെബ് പേജ് കണ്ടന്റ് മോഡിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ വെബ് പേജിലുള്ള റിഫ്രഷ് എന്ന് പറയുന്ന ബട്ടൺ അല്ലെങ്കിൽ ബ്രൗസറിലെ റിഫ്രഷ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ അതിൻ്റെ കണ്ടന്റ് പ്രീവിയസ് കണ്ടന്റ് എന്നുള്ള അപ്ഡേറ്റ് നമുക്ക് കാണിക്കാൻ പറ്റും. സോ വെബ് പേജ് റിഫ്രഷ് ചെയ്യാതെ ഡാറ്റ ഉപയോഗിച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്ത് ആ വാല്യൂസിനെ നമുക്ക് ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് കൊണ്ട് പറ്റും. ആനിമേറ്റ് ഇമേജസ്, ഒരു ഇമേജ് നമ്മൾ വെബ് പേജിൽ ആനിമേഷൻസ് കണ്ടന്റ് കണ്ടിട്ടുണ്ട്. സോ ഇമേജിനെ ആനിമേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യാം. ഓർ ചേഞ്ച് ഇമേജസ് വെൻ ദ മൗസ് മൂവ് ഓവർ ദം. ഒരു പർട്ടിക്കുലർ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ ഒരു പർട്ടിക്കുലർ ഈ പ്രൊഡക്റ്റിൻ്റെ മേളിൽ നമ്മൾ കർസർ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ 3D ഡയമെൻഷനിലേക്ക് 3D വ്യൂ അല്ലെങ്കിൽ സൂം ചെയ്ത വ്യൂ അതൊക്കെ കാണാൻ കഴിയുന്നത് അതിൻ്റെ അകത്ത് ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നതുകൊണ്ടാണ്. ദെൻ ക്രിയേറ്റ് ഇൻട്രാക്റ്റീവ് ആഡ് ബാനേഴ്സ്. നമ്മൾ വെബ് പേജിൽ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീൽഡാണ്. ഒരു വെബ് പേജ്, ഒരു കണ്ടന്റ്, ആ വെബ് പേജിൻ്റെ HTML ടാഗിൽ ഒരു പാരഗ്രാഫ് ഉണ്ടായിരിക്കും, ദെൻ വേറൊരു പാരഗ്രാഫ് ഉണ്ടായിരിക്കും. ഈ പാരഗ്രാഫിന് ഇടയ്ക്ക് ഒരു അഡ്വർടൈസ്മെന്റ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതിനെ ബാനർ അഡ്വർടൈസ്മെന്റ് എന്ന് പറയും. സോ ഇത് ആഡ് ബാനേഴ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ദെൻ ഡിറ്റക്ട് ദ ബ്രൗസർ ടൈപ്പ് ഓർ ഫീച്ചേഴ്സ് ആൻഡ് അഡ്ജസ്റ്റ് കണ്ടന്റ് അക്കോർഡിംഗ്ലി. സോ ഒരു വെബ് ബ്രൗസറിൽ ഒരു വെബ് പേജ് ഡിഫറെൻറ്റ് വെബ് ബ്രൗസേഴ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ക്രോം, സഫാരി, മൊസില്ല, അതൊക്കെ പറയുന്നത് ഡിഫറെൻറ്റ് വെബ് ബ്രൗസേഴ്സ് ആണ്. ആ വെബ് ബ്രൗസറിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് ആ വെബ് പേജിനെ ഓട്ടോമാറ്റിക് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് യൂസറിന് നല്ലൊരു എക്സ്പീരിയൻസ് കൊടുക്കുക എന്ന് പറയുന്നതും നമ്മളുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. ദെൻ ചെക്ക് ഫോർ ഇൻസ്റ്റാൾഡ് പ്ലഗിൻസ് ആൻഡ് ഇൻഫോം ദ യൂസർ ഇഫ് നീഡഡ്. നമ്മളൊരു ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലേറ്റസ്റ്റ് വേർഷൻസ് അവൈലബിൾ ആണ് എന്ന് പറയുന്ന വാർണിംഗ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള പ്ലഗിൻസ് എല്ലാം വർക്ക് ചെയ്യുന്നത് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ്. ദെൻ മോഡിഫൈ പാർട്ട് ഓഫ് ഓൾ പേജസ് ഡൈനാമിക്കലി വിത്തൗട്ട് എ ഫുൾ റീലോഡ്. ഇതാണ് ഇമ്പോർട്ടൻ്റ് ആപ്ലിക്കേഷൻ. സോ സപ്പോസ് നമുക്കൊരു വെബ് പേജ് ഉണ്ട്. ആ വെബ് പേജിൻ്റെ ഒരു കോർണറിൽ നമ്മൾ ഒരു കമ്പനിയാണ്, കമ്പനിയുടെ ഷിഫ്റ്റ് ടൈം അല്ലെങ്കിൽ ലൈവായിട്ട് ഒരു ടൈം കാണിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ ഇവിടെ ഈ പാർട്ടിലൊക്കെ ഡിഫറെൻറ്റ് മെസ്സേജസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വാല്യൂസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഈ ടൈമിനെ മാത്രം നമുക്ക് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കാം. ഓക്കെ, സോ ആ ടൈം ചേഞ്ച് ചെയ്യുന്നത് യൂസറിന് കാണണമെങ്കിൽ ആ യൂസർ ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു റിഫ്രഷിങ് സിസ്റ്റം അല്ലെങ്കിൽ യൂസർ റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ആ ടൈം ചേഞ്ച് ചെയ്യുന്നത് കാണാൻ പറ്റുള്ളൂ. സോ ഈ ടൈം എന്ന് പറയുന്ന ഫീൽഡ് മാത്രം ഓട്ടോമാറ്റിക് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. മോഡിഫൈ പാർട്ട് ഓർ ഓൾ ഓഫ് ദ പേജസ് ഡൈനാമിക്കലി, അതായത് റിഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്യാതെ നമുക്ക് certain parts by ID നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. Display and interact with the remote server data without a reloading. That's also ഒരു വെബ് പേജിന്റെ കണ്ടന്റ്, സ്റ്റോക്ക് മാർക്കറ്റ് കണ്ടന്റ് വാല്യൂ ഓരോ സെക്കൻഡ്സിൽ എവറി സെക്കൻഡ്സ് സ്റ്റോക്ക് വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതാണ്. സോ യൂസർ റിഫ്രഷ് ചെയ്യാതെ അതിന്റെ വാല്യൂ, ഫോർ എക്സാമ്പിൾ ICICI ബാങ്ക് എന്ന് പറയുന്ന ഒരു സ്റ്റോക്ക് വാല്യൂ സേ 437.59 ആയിരുന്നു, അടുത്ത സെക്കൻഡ്സിൽ റിപ്പോർട്ട് ചെയ്ത് 437.89 ആയിട്ട് മാറി. ഈ ചേഞ്ച് ഡൈനാമിക് ആയിട്ട് ചേഞ്ച് യൂസറിന് കാണിക്കാൻ പറ്റുന്നത് ജാവാസ്ക്രിപ്റ്റിന്റെ ആപ്ലിക്കേഷനാണ്. So these are the points you can write as the why we need JavaScript or what are the importance of JavaScript in web pages. Then how to add a JavaScript to a web page. നമ്മൾ HTML പേജ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് HTML പേജിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫയലാണ് നമ്മൾ പറഞ്ഞ CSS ഫയൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ HTML വെബ് പേജിന് ഇൻട്രാക്റ്റീവ് സെഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് അല്ലെങ്കിൽ യൂസ് ടെക്നിക്കാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അതിൽ ടാഗ് HTML അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ടാഗ് എന്ന് പറയുന്നത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം ആംഗിൾ ബ്രാക്കറ്റ്സിൽ ഇടുന്ന എല്ലാം HTML ടാഗ്സ് ആണ്. സോ HTML ടാഗ് ഫോർ ആഡിങ് ജാവാസ്ക്രിപ്റ്റ് ടു HTML പേജ് ഈസ് സ്ക്രിപ്റ്റ്.
So script tag tells the browser to treat the enclosed content as JavaScript code. So നമ്മൾ സ്ക്രിപ്റ്റ് എഴുതും, ദെൻ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് എഴുതുന്ന എല്ലാം ജാവയുടെ ഫയൽസ്, ജാവയുടെ കമാൻഡ്സ് ആയിരിക്കും, ജാവ റൺ ചെയ്യുന്ന കോഡായിരിക്കും നമ്മളിവിടെ എഴുതുന്നത്. അത് HTML പേജിനെ നമ്മൾ ഇൻഫോം ചെയ്യുന്നത് ഇത് ജാവ കണ്ടന്റ് ആണ് എന്ന് ഇൻഫോം ചെയ്യുന്നത് ഈ സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. സോ ദ സ്ക്രിപ്റ്റ് ടാഗ് സിഗ്നൽസ് ദ ബ്രൗസർ ടു റിട്ടേൺ ടു HTML മോഡ്. സോ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം, കോഡ് എഴുതുക, ദെൻ സ്ക്രിപ്റ്റ് എൻഡ് ചെയ്യുക. സോ സ്റ്റാർട്ട് ദ സ്ക്രിപ്റ്റ്, write your code, then end your code. So JavaScript statements must be inside the script tags except for the event handlers. Event handler എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ്. ഒരു ബട്ടൺ ക്ലിക്ക്, നമ്മൾ വെബ് പേജിൽ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ മൗസ് ബട്ടണിലൂടെ പാസ് ചെയ്യുക, ഹോവർ ചെയ്യുക, അങ്ങനെയുള്ളതിനൊക്കെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. സോ ഇവന്റ് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അതിന് കറസ്പോണ്ടിങ് ആയ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് ടാഗിൽ കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഇതൊരു എക്സെപ്ഷണൽ കേസാണ്. ജാവ സ്ക്രിപ്റ്റ് ഇല്ലാതെ HTML പേജിൽ സ്ക്രിപ്റ്റ് ടാഗ് ഉപയോഗിക്കാതെ എങ്ങനെയാണ് ജാവാസ്ക്രിപ്റ്റ് HTML പേജിൽ ഉപയോഗിക്കുന്നത്? നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇവന്റ് ഹാൻഡ്ലേഴ്സിന് മാത്രമാണ്. അത് നമുക്ക് കാണാം. സോ എക്സാമ്പിൾ യൂസേജ്. സോ സ്ക്രിപ്റ്റ്, ദെൻ ടൈപ്പ് പറയും ടെക്സ്റ്റ് അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഇതാണ് നമ്മൾ സ്ക്രിപ്റ്റിന്റെ ടൈപ്പ് മെൻഷൻ ചെയ്യുന്നത്. ഹിയർ ഗോസ് സ്ക്രിപ്റ്റ് കമാൻഡ്സ്, നമ്മളവിടെ കമാൻഡ്സ് എല്ലാം എഴുതി വെക്കും, ദെൻ സ്ക്രിപ്റ്റ് എൻഡ് ചെയ്യും. സോ ഇതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. എല്ലാ ജാവാസ്ക്രിപ്റ്റിന്റെ കണ്ടന്റും സ്ക്രിപ്റ്റിന്റെ സ്റ്റാർട്ട് ടാഗിലും ക്ലോസ് ടാഗിന്റെ ഇടയിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. സോ ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ആഡിങ് ജാവാസ്ക്രിപ്റ്റ് ടു വെബ് പേജ്. ഇതുപോലെ ഇത് നമ്മൾ ഇൻലൈൻ സ്ക്രിപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇന്നർ HTML കോഡിൽ എഴുതുന്ന മെത്തേഡാണ്. ഇതുപോലെ തന്നെ CSS നമ്മൾ എക്സ്റ്റേണൽ ഫയൽസ് ആഡ് ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് ആഡ് ചെയ്യുന്നത് പോലെ നമുക്ക് ജാവാസ്ക്രിപ്റ്റിന്റെ എക്സ്റ്റേണൽ ഫയൽസിലും നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫയലിലേക്ക് ലിങ്ക് ചെയ്ത് HTML ലിങ്ക് ചെയ്ത് യൂസ് ചെയ്യാം. ഓക്കെ, സോ ഇൻ ദ ബോഡി വേർ ക്യാൻ യു പ്ലേസ് ദ സ്ക്രിപ്റ്റ്? നമ്മൾ ഈ സ്ക്രിപ്റ്റ് നമ്മൾ HTML ടാഗിൽ അല്ലെങ്കിൽ HTML കോഡിൽ എവിടെയാണ് വെക്കാം? സോ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ബോഡിയിൽ വെക്കാം. സോ ഔട്ട്പുട്ട്സ് ആർ ഡിസ്പ്ലേഡ് വിത്ത് ദ പേജ് കണ്ടന്റ്. സോ വെബ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിന്റെ ഔട്ട്പുട്ടാണ്, വിഷ്വലി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ്. ആ ഔട്ട്പുട്ട് കാണിക്കുന്നത് നമ്മളുടെ വെബ് പേജ് കണ്ടന്റിലായിരിക്കും നമ്മൾ ബോഡിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇൻ ദ ഹെഡിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഹെഡ് ടാഗിൽ യൂസ് ചെയ്യാം. യൂഷ്വലി യൂസ് ടു ഡിഫൈൻ ഫങ്ഷൻസ്. നമ്മളുടെ വെബ് പേജിന്റെ ജാവാസ്ക്രിപ്റ്റിൽ ചില ഫങ്ഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കേസ് വരും. ആ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുക അതിന്റെ ഹെഡിലായിരിക്കും. ഫങ്ഷൻസ് ആർ യൂസബിൾ, അത് അറിയാവുന്ന കാര്യമാണ്. ഇൻസൈഡ് HTML ടാഗ്, സോ ഫസ്റ്റ് ഒന്നുകിൽ ബോഡിയിൽ കൊടുക്കാം അല്ലെങ്കിൽ ഹെഡിൽ കൊടുക്കാം. HTML ടാഗ്സിന് ഇടയ്ക്ക് വരുമ്പോൾ എക്സാമ്പിൾ ഓൺ ക്ലിക്ക് ഫങ്ഷൻ നെയിം ഇൻസൈഡ് എ ബട്ടൺ. ഓക്കെ, സോ ഇതൊരു എക്സാമ്പിൾ ആണ്. ഓൺ ക്ലിക്ക്, ദെൻ ഒരു ഫംഗ്ഷൻ നെയിം ഉണ്ട് ഇൻസൈഡ് എ ഫംഗ്ഷൻ, ദെൻ നോ സ്ക്രിപ്റ്റ് ടാഗ്സ് ആർ നീഡഡ്. സോ ഇതൊരു ജസ്റ്റ് ഒരു ജാവാസ്ക്രിപ്റ്റിന്റെ ഒരു എക്സാമ്പിൾ ആണ്. ഒരു ബട്ടൺ എന്ന് പറയുന്ന ഒരു HTML ടാഗ്, അതിൻ്റെ അകത്ത് ഒരു ഫംഗ്ഷൻ, ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓൺ ക്ലിക്ക് എന്ന് പറയുന്നത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റൺ ചെയ്യേണ്ട ഒരു ഫംഗ്ഷൻ അതിനാണ്. സോ ഈ ഓൺ ക്ലിക്ക് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ നെയിം എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ജാവാസ്ക്രിപ്റ്റ് ആണ്. ആ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് ഇല്ലാതെയാണ് യൂസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ പ്രീവിയസ് സ്ലൈഡിൽ പറഞ്ഞത്. അതിനാണ് ഇവന്റ് ഹാൻഡ്ലർ എന്ന് പറയുന്നത്. സോ എക്സ്റ്റേണൽ ജാവാസ്ക്രിപ്റ്റ്, സോ നമ്മൾ ഇന്റേണലി നമുക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ എക്സ്റ്റേണലി യൂസ് ചെയ്യാം. ഹൗ ടു വേർ ടു പ്ലേസ് ദ ജാവാസ്ക്രിപ്റ്റ്. സോ സെപ്പറേറ്റ് .js ഫയൽസ് കണ്ടെയ്നിങ് ദ ജാവാസ്ക്രിപ്റ്റ്. നമ്മൾ ഒരു ടെക്സ്റ്റ്, ഒരു പ്ലെയിൻ ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് നോട്ട് പാഡിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ജാവാസ്ക്രിപ്റ്റ് എഴുതുന്നു. ആ ജാവാസ്ക്രിപ്റ്റിനെ ദെൻ നമ്മളുടെ ഒരു ഫയൽ നെയിം കൊടുക്കുന്നു, .js എക്സ്റ്റൻഷൻ കൊണ്ട് സേവ് ചെയ്യുന്നു. ആ സെയിം ഫയൽ നമ്മൾ എവിടെയാണ് HTML പേജ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേ ഫോൾഡറിൽ തന്നെ ആ JS ഫയലും സേവ് ചെയ്തതിന് ശേഷം ഈ JS ഫയൽ നമ്മൾ HTML ലിങ്ക് ചെയ്യാൻ പറ്റും. അങ്ങനെ ലിങ്ക് ചെയ്തും നമുക്ക് എക്സ്റ്റേണലി ജാവാസ്ക്രിപ്റ്റിനെ മാനേജ് ചെയ്യാൻ പറ്റും. സോ എക്സാമ്പിൾ എങ്ങനെയാണ് ലിങ്ക് ചെയ്യുന്നത്? സ്ക്രിപ്റ്റ് ടെക്സ്റ്റ് കൊടുത്തു, ദെൻ സോഴ്സ് കൊടുക്കാം. സോ SRC ഫയൽ നെയിം .js. സോ ഇന്നർ ആണെങ്കിൽ സോഴ്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സ്റ്റേണൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫയൽ നെയിം .js എന്ന് പറയുന്ന അത് സ്ക്രിപ്റ്റിന്റെ ഓപ്പണിംഗ് ടാഗിൽ തന്നെ നമ്മൾ മെൻഷൻ ചെയ്ത് കൊടുക്കണം. സോ എക്സാമ്പിൾ ജാവാസ്ക്രിപ്റ്റ് ഇവന്റ്, നമ്മളിപ്പോൾ പറഞ്ഞ ബട്ടൺസ് ഉപയോഗിച്ച് എങ്ങനെയാണ് ബട്ടൺ ക്ലിക്ക് ഇവന്റ് ഹാൻഡിൽ ചെയ്യുന്നത്? സോ ഇവന്റ്സ് ആർ യൂസ്ഡ്. എന്താണ് ഇവന്റ്സ്? ആർ ആക്ഷൻസ് ലൈക്ക് ക്ലിക്ക്, ഹോവേഴ്സ് ഓർ ഫോം സബ്മിഷൻ, അതിനൊക്കെയാണ് നമ്മൾ ഇവന്റ് എന്ന് പറയുന്നത്. ഇവന്റ് ഹാൻഡിലേഴ്സ് ആർ അറ്റാച്ച് ഡയറക്ട്ലി ഇൻ HTML എലമെന്റ്. ഒരു എക്സാമ്പിൾ, സിമ്പിൾ എക്സാമ്പിൾ ആണ്. ഒരു HTML കോഡ് സ്റ്റാർട്ട് ചെയ്തു, HTML കോഡ് എൻഡ് ചെയ്തു, ദെൻ ഒരു ഹെഡ് വെച്ചു, അതിൻ്റെ അകത്ത് ഒരു ടൈറ്റിൽ വെച്ചു, ഒരു സിമ്പിൾ ഒരു ഹെഡിങ് കൊടുത്തു, ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്തു,
ഹെഡ് ക്ലോസ് ചെയ്തു, ദെൻ ബോഡി സ്റ്റാർട്ട് ചെയ്തു. ബോഡിയിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ബട്ടൺ എന്ന് പറയുന്ന ടാഗ്, സോ ബട്ടൺ എന്ന് പറയുന്ന HTML ടാഗ് ആണ് നമ്മുടെ വെബ് പേജിലെ ഒരു ബട്ടൺ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിഷ്വൽ ഇമ്പാക്ട് നമുക്ക് തരുന്നത് ബട്ടൺ എന്ന് പറയുന്ന ടാഗ് ഉപയോഗിച്ചിട്ടാണ്. ദെൻ അതിന് ടൈപ്പ് കൊടുത്തിട്ട് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഇൻലൈൻ സ്റ്റാർട്ട് ചെയ്യാണ്. ടൈപ്പ് ഇസ് ഈക്വൽ ടു ബട്ടൺ, ദെൻ ഓൺ ക്ലിക്ക്, ഓൺ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അലേർട്ട്, അലേർട്ട് എന്ന് പറയുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് കമാൻഡ് ആണ്. യു ക്ലിക്ക് ദ ബട്ടൺ ദെൻ ക്ലിക്ക് മീ ബട്ടൺ. സോ നമ്മൾ ക്ലിക്ക് ചെയ്യാത്ത സമയത്ത് ആ ബട്ടണിൽ എഴുതിയിരിക്കുന്ന ടെക്സ്റ്റ് എന്ന് പറയുന്നത് ക്ലിക്ക് മീ എന്നായിരിക്കും. ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു അലേർട്ട് വരും, യു ക്ലിക്ക് ദ ബട്ടൺ, ദെൻ ബട്ടൺ ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു. ഓക്കെ, സോ ദിസ് ഇസ് സിമ്പിൾ എക്സാമ്പിൾ ഫോർ ഹൗ ടു യൂസ് ജാവാസ്ക്രിപ്റ്റ്. സോ നമുക്ക് ഈ കോഡ് ജസ്റ്റ് വെബ് പേജിൽ ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഹൗ ടു റൺ, സോ വിൽ കോപ്പി ദിസ് കോഡ്. ഓക്കെ, സോ ഇവിടെ ഒരു test.html എന്ന് പറയുന്ന ഒരു ഫയലുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ ദ ഫയൽ ഇൻ നോട്ട്പാഡ്. ഓക്കെ, സിമ്പിളായിട്ട് ഒരു ഫയലാണ്. ആദ്യം കണ്ടതുപോലെ തന്നെ ഒരു HTML സ്റ്റാർട്ട് ചെയ്തു, ഹെഡർ ഫയൽ കൊടുത്തു, ടൈറ്റിൽ പറഞ്ഞു, ദെൻ ബോഡി സ്റ്റാർട്ട് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി സ്റ്റാർട്ട് ചെയ്തു. ബോഡിയിൽ ഒരു സിംഗിൾ ബട്ടൺ ടാഗ് മാത്രമേ ഉള്ളൂ. ആ ബട്ടണിൽ ടെക്സ്റ്റ് ഉണ്ട്, ക്ലിക്ക് മീ എന്ന് പറയുന്ന ടെക്സ്റ്റ് ആണ് ബട്ടണോട് ചേർന്ന്. ദെൻ ബട്ടൺ ഓൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അലേർട്ട് എന്ന് പറയുന്ന ഒരു മോളിൽ നിന്ന് ഒരു പോപ്പ് മെസ്സേജ് നമുക്ക് വരും. സോ ലെറ്റ്സ് സേവ് ദിസ് ഫയൽ. ഓക്കെ, ദെൻ ഓപ്പൺ ദ വെബ് പേജ്. Yes, so it's a open that web page with a single button. Click me എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ്, അതാണ് നമ്മളുടെ ഈ എൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്ന ക്ലിക്ക് മീ എന്ന് പറയുന്ന ബട്ടണിൽ ടെക്സ്റ്റ് മെസ്സേജ് ആണ് ക്ലിക്ക് മീ എന്ന് പറയുന്നത്. സോ ബട്ടൺ വന്നു, ആ ബട്ടൺ ടാഗ് റൺ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബട്ടൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നത്. ആ ബട്ടണിൽ നമ്മൾ പ്രിന്റ് ചെയ്യുന്ന മെസ്സേജ് ആണ് ആ ബട്ടൺ ക്ലോസ് ചെയ്തതിന് ശേഷം കാണുന്നത്. ദെൻ ബട്ടൺ ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു. ബോഡിയിൽ വേറെ മെസ്സേജ് ഒന്നും വേറെ ഒന്നും നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നില്ല. ദെൻ ജാവാസ്ക്രിപ്റ്റ് റൺ ചെയ്യുന്നത്, സ്ക്രിപ്റ്റിംഗ് വേണ്ട, ഇത് ഇവന്റ് ഹാൻഡ്ലിംഗ് ആണ്. ദെൻ ഓൺ ക്ലിക്ക് എന്ന് പറയുന്ന ജാവാസ്ക്രിപ്റ്റ് കണ്ടന്റ് നമ്മൾ ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ റൺ ചെയ്യും. അലേർട്ട് എന്ന് പറയുന്ന മോഡിൽ നിന്ന് ഒരു മെസ്സേജ് വരും. സോ ലെറ്റ് മീ ക്ലിക്ക് ദ ബട്ടൺ, ക്ലിക്ക്. സോ ക്ലിക്ക് ചെയ്തപ്പോൾ മോളിൽ നിന്ന് ഒരു അലേർട്ട് മെസ്സേജ് വന്നു, യു ക്ലിക്ക് ദിസ് മെസ്സേജ് ഓർ ക്ലിക്ക് ദ ബട്ടൺ, ദെൻ ക്ലോസ് ചെയ്തു. സോ ഫോർ എവറി ക്ലിക്ക് വി വിൽ ഗെറ്റ് ആൻ അലേർട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ഒരു സിമ്പിൾ ആപ്ലിക്കേഷനാണ് നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഒക്കെ ജാവാസ്ക്രിപ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഒരു ജസ്റ്റ് ഒരു സിമ്പിൾ ആപ്ലിക്കേഷൻസ് വെബ് പേജ് ഡിസൈൻ ചെയ്തുകൊണ്ടാണ്. സോ ആപ്ലിക്കേഷൻ ഈസ് ക്രിയേറ്റിംഗ് എ സിമ്പിൾ ജാവാസ്ക്രിപ്റ്റ് ക്ലോക്ക്. നമ്മളൊരു വെബ് പേജ് ഡിസൈൻ ചെയ്യണം, അതിനകത്ത് ഒരു ക്ലോക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് നോക്കാം. സോ നമ്മൾ 2-3 സ്റ്റെപ്സ് ഉണ്ട്. സ്റ്റെപ്പ് 1, സ്റ്റാർട്ട് വിത്ത് സ്ക്രിപ്റ്റ് ടാഗ്. HTML ഹെഡും ബോഡിയും അതൊക്കെ ഉണ്ട് ആസ് യൂഷ്വൽ. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. സോ സ്ക്രിപ്റ്റ് ടാഗ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ കണ്ടതാണ്, ടൈപ്പ് പറയണം, ടെക്സ്റ്റ് ബാർ ജാവാസ്ക്രിപ്റ്റ്, ദെൻ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, സോ ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ജാവ കോഡ് എഴുതുക. സ്റ്റെപ്പ് 2, സ്റ്റോറിങ് ദ കറണ്ട് ഡേറ്റ്. സോ ക്ലോക്ക് ആയതുകൊണ്ട് നമുക്ക് ഡേറ്റ് കിട്ടണം. ഡേറ്റ് എന്ന് പറയുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ തന്നെ ഒരു ഫംഗ്ഷനാണ്. നൗ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ആണ്. അവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, ന്യൂ ഡേറ്റ്. അതായത് നമ്മളുടെ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച സിസ്റ്റത്തിൻ്റെ ഡേറ്റിംഗിലെ സെറ്റിങ്സിൽ എന്താണോ ആ സിസ്റ്റം ഡേറ്റിംഗിലെ ഡേറ്റ്, ടൈം എല്ലാം കിട്ടും. ഓക്കെ, സോ ഡേറ്റ് ആൻഡ് ടൈം അടക്കം വരുന്നത് ഫുൾ ഒരു വേരിയബിൾ ആണ് ന്യൂ ഡേറ്റ് എന്ന് പറയുന്നത്. അത് നൗ എന്ന് പറയുന്ന ഒരു യൂസർ ഡിഫൈൻഡ് വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. ഓക്കെ, നൗ എന്താണ് ക്രിയേറ്റ്സ് എ ഡേറ്റ് ഒബ്ജക്റ്റ്. സോ ന്യൂ ഡേറ്റ് എന്ന് പറയുന്നത് ഡേറ്റ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു, റെപ്രസെൻറ്റിംഗ് ദ കറണ്ട് ഡേറ്റ് ആൻഡ് ടൈം, ഇന്നത്തെ ഡേറ്റും. സോ സേ 27/4/25 എന്ന് പറയുന്ന ഡേറ്റും, പ്രസന്റ് ടൈം സേ 9:35
45 seconds എന്ന് പറയുന്ന ഒരു ഫോർമാറ്റിൽ നമുക്ക് നൗ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്യും. സോ നൗ ഈസ് എ വേരിയബിൾ സ്റ്റോറിംഗ് ദാറ്റ് ഇൻഫർമേഷൻ. സോ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കഴിഞ്ഞു, നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ആ വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പ് കാൽക്കുലേറ്റിംഗ് ആൻഡ് ഡിസ്പ്ലേയിങ് ദ റിസൾട്ട്സ്. ഇതിൽ നിന്ന് നമുക്ക് ഡിഫറെൻ്റ് വേണമെങ്കിൽ ഹവർ മാത്രം സെപ്പറേറ്റ് ചെയ്യാം, മിനിറ്റ് സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ കാൽക്കുലേഷൻസ് ആണ്, ആ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്യുന്ന ജാവാ സ്ക്രിപ്റ്റ് ആണ്. അതിൻ്റെ കോഡ് നമ്മൾ എഴുതി കൊടുക്കണം. സോ അതിൽ നിന്ന് നമുക്ക് കാൽക്കുലേറ്റ്, അതിനുശേഷം നമുക്ക് വെബ് പേജിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ കണ്ടന്റ് അപ്ഡേറ്റ് ചെയ്യുന്നത് കാണാം. സോ ലോക്കൽ ടൈം ഇതൊരു വേരിയബിൾ ആണ്. ഈ നൗ എന്ന് പറയുന്ന വേരിയബിളിൽ നിന്ന് ടു സ്ട്രിങ്. സോ നൗ എന്ന് പറയുന്ന വേരിയബിൾ ഒരു ഡേറ്റ് വേരിയബിൾ ആണ്. അതിനെ സ്ട്രിങ് ആക്കി മാറ്റി നമുക്ക് ലോക്കൽ ടൈം എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് അതിനെ നമുക്ക് നമ്മുടെ വെബ് പേജിൽ ഡിസ്പ്ലേ ചെയ്യാം. യു ടി സി ടൈം എന്ന് പറയുന്നത് നൗ ഡോട്ട് ടു യു ടി സി ജി എം ടി ഗ്രീൻ മീൻസ് ടൈമിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് യു ടി സി ടൈം അല്ലെങ്കിൽ ജി എം ടി ടൈം. ജി എം ടി സ്ട്രിങ് എന്ന് കൊടുത്താലും മതി. സോ നൗ ഡോട്ട് ജി എം ടി സ്ട്രിങ് ടു ജി എം ടി സ്ട്രിങ് ഓർ നൗ ഡോട്ട് ടു യു ടി സി സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജി എം ടി ടൈമിൽ എന്താണെന്ന് നമുക്ക് മെസ്സേജ്. സോ ഇത് രണ്ടും നമ്മളൊരു രണ്ട് ന്യൂ വേരിയബിൾ ആണ്. ദാറ്റ് വേരിയബിൾ ആർ കാൽക്കുലേറ്റഡ്, വാല്യൂസ് ആർ കാൽക്കുലേറ്റഡ് ഫ്രം ദ പ്രീവിയസ്ലി ഡിഫൈൻഡ് ഡേറ്റ് വേരിയബിൾ നൗ. സോ ഡോട്ട് ഉപയോഗിച്ച് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ക്രിയേറ്റിംഗ് ദ ഔട്ട്പുട്ട്, എങ്ങനെയാണ് വെബ് പേജിലേക്ക് ആവശ്യമായ ഔട്ട്പുട്ട് ജാവാ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ പ്രീവിയസ്ലി കണ്ടു ദ ടു വേരിയബിൾസ് ലോക്കൽ ടൈം ആൻഡ് യു ടി സി ടൈം. ഓക്കെ, that store the local and UTC time respectively can be displayed on the web page. ആ വെബ് പേജിലേക്ക് നമുക്ക് ഈ രണ്ട് വേരിയബിളിനെ വാല്യൂസ് യൂസ് ചെയ്യാൻ പറ്റും യൂസിങ് ജാവാസ്ക്രിപ്റ്റ്. സോ വൺ സിമ്പിൾ മെത്തേഡ് ഇൻ ജാവാസ്ക്രിപ്റ്റ് ഈസ് ടു യൂസ് document dot write. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉപയോഗിച്ച് ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷനാണ്. അതിനെ നമ്മൾ HTML വെബ് പേജിലേക്ക് HTML ടാഗിലേക്ക് ആ വാല്യൂസിനെ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. So this command output text directly onto the web page where the script is running. സ്ക്രിപ്റ്റ് റൺ ചെയ്യുന്ന വെബ് പേജിലേക്ക് യു ടി സി ടൈം ആൻഡ് ലോക്കൽ ടൈം എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അത് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ജാവാ സ്ക്രിപ്റ്റ് വേണം. അതർവൈസ് HTML ടാഗ് ഉപയോഗിച്ച് സിംപ്ലി പ്ലെയിൻ ടെക്സ്റ്റ്, സ്റ്റാറ്റിക് ടെക്സ്റ്റ് മാത്രം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ലോഡ് ചെയ്യുന്ന സമയത്ത് ടൈം എന്താണോ അത് വരണമെങ്കിൽ നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തേ പറ്റും. സോ എക്സാമ്പിൾ എങ്ങനെയാണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്, then inverted quotes ലോക്കൽ ടൈം, ഇതൊരു സ്റ്റാറ്റിക് മെസ്സേജ് ആണ്, പ്ലസ് ലോക്കൽ ടൈം. സോ ലോക്കൽ ടൈമിൽ പേജ് ലോഡ് ചെയ്ത സമയത്ത് എന്താണോ ആ പ്രസന്റ് ഡേറ്റ് ആൻഡ് ടൈം അത് നമ്മളിവിടെ വന്നു. ദെൻ വി ആർ, അത് ന്യൂ ലൈൻ മെസ്സേജ് ആണ്, ന്യൂ ലൈൻ ക്യാരക്ടർ ആണ്. ദെൻ അതിൻ്റെ താഴെ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് യു ടി സി ടൈം. ദെൻ യു ടി സി നമ്മൾ രണ്ട് വേരിയബിൾ നൗ ഡോട്ട് എക്സ്റ്റൻഷൻ ഉപയോഗിച്ച് രണ്ട് വേരിയബിൾ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വേരിയബിൾ വാല്യൂസ് നമ്മൾ HTML കോഡിൽ ഡയറക്റ്റ് യൂസ് ചെയ്തു. സോ ഇത് നമ്മളെ സ്ക്രിപ്റ്റ് ക്ലോസ് ഇതിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ then now is equal to ന്യൂ ഡേറ്റ് പറയുന്ന വേരിയബിൾസ് നമ്മൾ കണ്ടതെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വെബ് പേജിൽ ഈ രണ്ട് വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ക്രിയേറ്റ് ദ കോഡ്, കംപ്ലീറ്റ് ദ കോഡ്. HTML ഉണ്ട്, ഹെഡ് ഉണ്ട്, ഇതിൻ്റെ ആവശ്യമില്ല. ദെൻ ടൈറ്റിൽ ഉണ്ട്, ദെൻ ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി സ്റ്റാർട്ട് ചെയ്തു, ഒരു മെസ്സേജ്, ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട് H1 ഹെഡിങ്ങിൽ, H1 to H6 അതൊക്കെ നമുക്കറിയാവുന്നതാണ്. സിമ്പിൾ ജാവാ സ്ക്രിപ്റ്റ് ക്ലോക്ക്. ദെൻ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. നൗ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഡേറ്റ് വേരിയബിൾ ഇനിഷ്യലൈസ് ചെയ്തു, വേരിയബിൾ വാല്യൂ അസൈൻ ചെയ്തു. ദെൻ ലോക്കൽ ടൈം എന്ന് പറയുന്ന ന്യൂ വേരിയബിൾ വാല്യൂ അസൈൻ ചെയ്തു. യു ടി സി ടൈം എന്ന് പറയുന്ന GMT സ്ട്രിങ് ഓർ യു ടി സി സ്ട്രിങ് എന്തുകൊണ്ട് ഉപയോഗിക്കാം, സെയിം ഫംഗ്ഷനാണ്. പുതിയ വേരിയബിൾ ഒന്നാമത്തെ വേരിയബിൾ രണ്ടാമത്തെ വേരിയബിൾ കൊടുത്തു. ദെൻ ആ വേരിയബിൾ അങ്ങനെ തന്നെ നമുക്ക് HTML പേജിലേക്ക് റൈറ്റ് ചെയ്യാനുള്ള ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് സ്ട്രോങ് എന്ന് പറയുന്ന HTML പേജിലെ നമ്മളുടെ ടെക്സ്റ്റിൻ്റെ ഫോണ്ട് ബോൾഡ് ആക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് സ്ട്രോങ് എന്ന് പറയുന്നത്. ദെൻ ലോക്കൽ ടൈം കൊടുത്തു, ദെൻ ലോക്കൽ ടൈം. ഓക്കെ, സോ ലോക്കൽ ടൈം എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ ലോട്ടിലേക്ക് ഇരിക്കുന്ന ഒരു സ്റ്റാറ്റിക് മെസ്സേജ് ആണ്. ദെൻ പ്ലസ് ലോക്കൽ ടൈം, ഇതാണ് വേരിയബിൾ നെയിം. ദെൻ പുതിയ ഒരു ന്യൂ ലൈൻ സ്റ്റാർട്ട് ചെയ്തു. ദെൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് അഗെയിൻ ബോൾഡ് യു ടി സി ടൈം എന്ന് പറയുന്ന സ്റ്റാറ്റിക് മെസ്സേജ്. ദെൻ സ്ട്രോങ് ക്ലോസ് ചെയ്തു, യു ടി സി ടൈം കൊടുത്തു. ദെൻ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, ദെൻ HTML ക്ലോസ് ചെയ്തു. സോ ഇവിടെ നമ്മൾ ജാവാ സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിരിക്കുന്ന ബോഡിയിലാണ്, നമ്മളെ വെബ് പേജിൻ്റെ ബോഡിയിൽ ഉള്ള വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളിത് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ ഹൗ ടു റൺ ദിസ് കോഡ് ഓൺ. ഓക്കെ, സോ ആദ്യത്തെ കോഡ് ബേസിക് ആയിട്ടുള്ള ഒരു സിമ്പിൾ മെസ്സേജ്.
here is our simple HTML page with the JavaScript running, heading. So HTML കൊടുത്തു, head കൊടുത്തു. I don't want to use this. അതൊരു കമ്പൽസറി അല്ല, ഡെക്കറേഷൻ പാർട്ടിൽ വരുന്നതാണ്. ടൈറ്റിൽ കൊടുത്തു, ടൈറ്റിൽ ക്ലോസ് ചെയ്ത് ഹെഡ് കൊടുത്തു, ബോഡി വന്നു, ഹെഡിങ് വന്നു, ദെൻ ജാവാ സ്ക്രിപ്റ്റിലേക്ക് നേരിട്ട് വന്നു. നൗ ഇവിടെ ഒന്നും ചെയ്യില്ല, വേരിയബിൾ ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നതാണ്. ലോക്കൽ ടൈം, UTC ടൈം എല്ലാം വന്നു. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് വന്നു, ദെൻ ഡോക്യുമെന്റ് റൈറ്റ്. സോ ഇവിടെയാണ് നമ്മളുടെ വെബ് പേജിലേക്ക് ജാവാ സ്ക്രിപ്റ്റ് കണ്ടന്റ് ഇൻസേർട്ട് ചെയ്യുന്നത് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിലാണ്. സോ വെബ് പേജിൽ നമ്മൾ ഇതുവരെ നമ്മൾ HTML കൂടുതൽ ഹെഡിങ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. HTML ടാഗിൽ വേറെ ഒരു ടെക്സ്റ്റോ വേറെ ഒരു കണ്ടന്റോ നമ്മൾ കൊടുത്തിട്ടില്ല. ജാവാ സ്ക്രിപ്റ്റിൽ നിന്ന് നമ്മളൊരു വാല്യൂ നമ്മൾ HTML പേജിലേക്ക് റൈറ്റ് ചെയ്തു. അത് റൈറ്റ് ചെയ്യുന്ന മെത്തേഡാണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. സോ HTML പാർട്ടിലേക്ക് വരുന്ന HTML ടാഗ് ഒന്നുമല്ല ഇതിൻ്റെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്നത് ജാവാ സ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആണ്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമ്മൾ HTML പേജിലേക്ക് കണ്ടന്റ് എഴുതി. സോ ലെറ്റ്സ് സേവ് ദിസ് ഫയൽ. Okay, then we will run this code. Yes, so നമ്മൾ ടെക്സ്റ്റ് let's remove this. Yeah. സോ സിമ്പിൾ ജാവാസ്ക്രിപ്റ്റ് ക്ലോക്ക് എന്ന് പറയുന്ന ടൈറ്റിൽ വന്നു, ദെൻ ഒരു ഹെഡിങ് വന്നു. നമ്മളുടെ HTML കോഡിൽ ഇല്ലാത്ത ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആണ്, HTML പാരഗ്രാഫിലോ ടെക്സ്റ്റിലോ കൊടുക്കാത്ത ഒരു കണ്ടന്റ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ ലോക്കൽ ടൈം എന്ന് പറയുന്നത്, സി ദ ലോക്കൽ ടൈം ഈ സ്ട്രോങ് ബോൾഡിൽ കൊടുക്കുന്നത്. സ്ട്രോങ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലോക്കൽ ടൈം എന്ന് പറയുന്ന ബോൾഡ് സെക്ഷൻ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. So let's save this. Yes, see local time le bold section പോയി. Then Sunday അതിന് ശേഷം വരുന്ന കോഡ് എന്ന് പറയുന്നത് ലോക്കൽ ടൈമാണ്. ലോക്കൽ ടൈമിൽ ഡേ വരും, ഡേറ്റ് വരും, ടൈം വരും, GMT plus 5 hour 30 minutes ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം. അതൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഡേറ്റ് ഫംഗ്ഷനാലിറ്റിയിൽ വരുന്നതാണ്, ഡേറ്റ് ഫംഗ്ഷൻ ജാവാസ്ക്രിപ്റ്റിൽ വരുന്നതാണ്. ദെൻ UTC ടൈം. സോ ഇതാണ് നമ്മൾ HTML പേജിൽ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് കണ്ടന്റ് റൈറ്റ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് എന്താണോ ഡേറ്റും ടൈമും ആ ടൈം മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റൂ. അതിനുശേഷം വരുന്ന ടൈമിലുള്ള ചേഞ്ച് റൺ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു പ്രാവശ്യമാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഈ വെബ് പേജിൽ റൺ ചെയ്യുന്നത്. ദാറ്റ് ടു വൈൽ ലോഡിങ് ദ പേജ്. സോ നമുക്ക് ഇനി പ്രസന്റ് ടൈം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഈ വെബ് പേജിനെ റിഫ്രഷ് ചെയ്തേ പറ്റൂ. സോ ഇഫ് യു റിഫ്രഷ്, സീ ദാറ്റ് സെക്കൻഡ്സ് ചേഞ്ച് 43 to 35 ചേഞ്ച്ഡ്. ബിഫോർ ഇറ്റ് വാസ് സംതിങ് എൽസ്. നമ്മൾ വേറൊരു വാല്യൂസ് ആണ് അവിടെ കൊടുത്തിരുന്നത്. So the time is now Sunday, April 27, 2025, 9:43:35 ആണ്. Let me refresh the page. 43 എന്നുള്ളത് 45 എന്നുള്ള 53 ആയിട്ട് മാറി. Let me refresh this. 58 ആയി. See, like this you can implement a JavaScript with the HTML. ഓക്കെ, ആസ് പാർട്ട് ഓഫ് ദ സിലബസ് ടെസ്റ്റിംഗ് ദ സ്ക്രിപ്റ്റ്, എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാവുന്ന കാര്യമാണ്. HTML ഫയലിനെ .html വെച്ച് സേവ് ചെയ്തു, ഫയൽ വെബ് ബ്രൗസറിൽ ഓപ്പൺ ചെയ്തു, ഓൾറെഡി നമ്മൾ കണ്ടു. ഇഫ് എവറിഥിങ് ഈസ് ടൈപ്ഡ് കറക്റ്റ്ലി, ബ്രൗസർ ഷുഡ് ഡിസ്പ്ലേ ദ കറന്റ് ലോക്കൽ ടൈം ആൻഡ് we have experienced this, the time in the local time and the UTC time were showing on the web page. Okay, now simple little advanced, not part of the syllabus. HTML page to show the large clock on the page. So നമ്മൾ ഇതുവരെ കണ്ടതിൽ ഒരു സിമ്പിൾ ഒരു മെസ്സേജ് ആണ്, ടുഡേസ് ഡേറ്റ് കാണിക്കുന്നത്. നമുക്കൊരു ക്ലോക്ക് മാത്രം വെബ് പേജിൽ കാണിക്കണം, സൈസ് കൂട്ടിയിട്ട് കാണിക്കണം എന്ന് വിചാരിക്കാം. സോ സിമ്പിൾ കോഡ് മാത്രമേ ഉള്ളൂ. HTML ഹെഡ്, ടൈറ്റിൽ സ്റ്റാർട്ട് ചെയ്തു, ബോഡി, സ്ക്രിപ്റ്റ് തുടങ്ങി. അതേ വേരിയബിൾ നമ്മൾ യൂസ് ചെയ്തു. നൗ ഈസ് ഈക്വൽ ടു ന്യൂ ഡേറ്റ് വെച്ചു. ദെൻ ഹവേഴ്സ് എന്ന് പറയുന്ന പുതിയൊരു വേരിയബിൾ നൗ ഡോട്ട് ഗെറ്റ് ഹവേഴ്സ്. സോ HTML ഫംഗ്ഷൻ ആണ്. നൗ ഡോട്ട് ഗെറ്റ് ഹവേഴ്സ് എന്ന് പറയുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആണ്. സോ നൗ എന്ന് പറയുന്ന ഡേറ്റ് വേരിയബിളിൽ നിന്ന് ഗെറ്റ് ഹവേഴ്സ് ഉപയോഗിച്ച് പ്രസന്റ് ഡേറ്റിന്റെ ഹവർ നമ്മൾ കണ്ടുപിടിച്ചു. ആ ഹവേഴ്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അസൈൻ ചെയ്തു. മിനിറ്റ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ജാവാസ്ക്രിപ്റ്റിലെ വേരിയബിൾ ആണ്. നൗ ഡോട്ട് ഗെറ്റ് മിനിറ്റ്സ് ഫംഗ്ഷൻ ഉപയോഗിച്ച് നൗ ഡേറ്റ് വേരിയബിളിൽ നിന്ന് ഗെറ്റ് മിനിറ്റ്സ് ഉപയോഗിച്ച് മിനിറ്റ് കിട്ടി. ദെൻ സെക്കൻഡ്സ് കിട്ടി.
ദെൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് നമ്മൾ വെബ് പേജിലേക്ക് ഈ വാല്യൂസ് കാണണമെങ്കിൽ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് സ്റ്റാർട്ട് ചെയ്തു, ഒരു ഡിവിഷൻ ക്ലാസ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ സ്റ്റൈല് ഫോണ്ട് സൈസ് 100 കൊടുത്തു, ടെക്സ്റ്റ് അലൈൻ സെന്റർ കൊടുത്തു. ദാറ്റ് മീൻസ് യു ആർ റൈറ്റിംഗ് ദീസ് ഓൺ ടു ദ സെന്റർ ഓഫ് ദ സ്ക്രീൻ. സോ സെന്റർ അലൈൻ കൊടുത്തു. ദെൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് നമ്മളുടെ HTML പേജിലേക്ക് റൈറ്റ് ചെയ്യുന്ന കമാൻഡാണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ്. സോ ഈ CSS സ്റ്റൈൽ നമ്മൾ കൊടുത്തു. ദെൻ അവേഴ്സ് എന്ന് പറയുന്ന വേരിയബിള് പ്രസന്റ് ടൈമിന്റെ അവേഴ്സ് കൊടുത്തു, മിനിറ്റ്സ് കൊടുത്തു, സെക്കൻഡ്സ് കൊടുത്തു. സോ വാട്ട് ആർ വി ഗോയിങ് ടു ഡോക്യുമെന്റ് റൈറ്റ് ഡിവിഷൻ ക്ലാസ് ക്ലോസ് ചെയ്തു, ദെൻ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, ബോഡി ക്ലോസ് ചെയ്തു, HTML ടാഗ് ക്ലോസ് ചെയ്തു. സോ സിമ്പിൾ HTML ആണ്. നമ്മൾ ഒരു വെബ് പേജ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഹവേഴ്സ് കോളൻ ദെൻ മിനിറ്റ്സ് കോളൻ ദെൻ സെക്കൻഡ്സ് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ നമുക്ക് കിട്ടും. സോ ലെറ്റ്സ് റൺ ദിസ് കോഡ് ഓൺ ദി okay. So as previously നമ്മൾക്ക് HTML ഉണ്ട്, ഹെഡ് ഉണ്ട്, ടൈറ്റിൽ ഉണ്ട്, ബോഡിയിലുണ്ട്. ബോഡിയിൽ നേരിട്ട് സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, വേരിയബിൾ അസൈൻ ചെയ്തു, വേരിയബിൾസ് നമ്മൾ പ്രോസസ്സ് ചെയ്തു, ഹവേഴ്സും മിനിറ്റ്സും സെക്കൻഡ്സും കണ്ടുപിടിച്ചു, ഡോക്യുമെന്റിലേക്ക് ഒരു പുതിയ ഡിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, അതിൻ്റെ സ്റ്റൈല് പാസ് ചെയ്തു, ടെക്സ്റ്റ് അലൈൻമെന്റ് കൊടുത്തു, ദെൻ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഹവേഴ്സ് മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ് എഴുതി. സോ ഹവേഴ്സ് വേരിയബിളിന്റെ വാല്യൂ ഒക്കെ എഴുതി, ഡിവിഷൻ ക്ലോസ് ചെയ്തു, സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു. സോ ദിസ് ഈസ് ദ ന്യൂ ഫയൽ. ലെറ്റ് മീ സേവ് ദ ഫയൽ and we will go to the web page. Okay, we will refresh this now. While loading the page, it is now showing the hours is 9 and the minutes is 47 and the seconds is 30. Still this clock is not updating with latest seconds and minutes. Okay, so that means present time over here is 9:47 and here also it is showing. So every time the user need to refresh this page, even though we are using the JavaScript, the user needs to refresh the page to get the change reflected on the web screen. So 7 9 47 52 9 48 3 9 48 6 9 48 7. സോ ഒരു റിഫ്രഷ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ചേഞ്ച് അവിടെ റിഫ്ലക്റ്റ് ചെയ്യുകയുള്ളൂ. ഓക്കെ, സോ ലെറ്റ് സി ഹൗ ടു മേക്ക് എ വെബ് സ്ക്രീൻ ദാറ്റ് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ടൈം ഓൺ ദ every seconds updates. Okay, so അതിന് വേണ്ടിയിട്ട് HTML page show the large clock on the page with auto update. HTML simple ആണ്. ഹെഡ് ടൈറ്റിൽ, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി ദെൻ ഡിവിഷൻ ID ഫോണ്ട് സൈസ് എല്ലാം കൊടുത്തു. ആദ്യത്തിലുള്ളത് പോലെ തന്നെ നമ്മൾ മാർജിൻ കൊടുത്തിട്ടുണ്ട്. 20% സ്ക്രീനിന്റെ താഴെയാണ് നമ്മൾ ക്ലോക്ക് ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത്. ഡിവിഷൻ ക്ലാസ് അവിടെ ക്ലോസ് ചെയ്തു, ദെൻ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, ദെൻ അവിടെ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്ക്രിപ്റ്റ് റൺ ചെയ്യാൻ പോകുന്നത്. സോ സ്ക്രിപ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റ് ടാഗ് കൊടുത്തു, ടൈപ്പ് പാസ് ചെയ്തു, ദെൻ സെറ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. സെറ്റ് ഇൻ്റർവെൽ ഒരു എവറി 1 സെക്കൻഡ്സിൽ അല്ലെങ്കിൽ 1000 മില്ലി സെക്കൻഡ്സിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ജാവാസ്ക്രിപ്റ്റ് യൂട്ടിലിറ്റിയാണ് സെറ്റ് ഇൻ്റർവെൽ എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ എവിടെയാണോ എന്താണോ ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ, ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു ബോഡിയുടെ പേരാണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എല്ലാ ലാംഗ്വേജിലുള്ളത് പോലെ തന്നെ ഫംഗ്ഷൻ പാർട്ട് ഓഫ് ദ കോഡ് ദാറ്റ് യു ക്യാൻ റൺ number of times by accessing with the name of the function. So just ഒരു ഫംഗ്ഷൻ എന്ന് കൊടുത്തുള്ളൂ. ദെൻ ഇവിടെ ചേഞ്ച് ടൈം എന്നോ ഓട്ടോ അപ്ഡേറ്റ് ടൈം എന്നോ എന്ത് വേണം നമുക്ക് കൊടുക്കാം. സോ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ദെൻ ബ്രേസ് ബ്രാക്കറ്റിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് റൺ സ്ക്രിപ്റ്റ് ചെയ്താൽ തുടങ്ങി. വേരിയബിൾ നൗ ഈസ് ഈക്വൽ ടു വേരിയബിൾ നൗ കൊടുക്കുക, അല്ലെങ്കിൽ നൗ എന്ന് എഴുതിയാലും മതി. ന്യൂ ഡേറ്റ്, ദെൻ വേരിയബിൾ അവേഴ്സ് ഇസ് ഈക്വൽ ടു നൗ ഡോട്ട്, അത് പ്രീവിയസ്ലി കണ്ടതാണ്. മിനിറ്റ്സ് കണ്ടതാണ്, സെക്കൻഡ്സ് കണ്ടതാണ്. ദെൻ ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID, ഇതൊരു പുതിയ ഒരു യൂട്ടിലിറ്റിയാണ്. ഗെറ്റ് എലമെന്റ് ബൈ ID നമ്മളുടെ വെബ് പേജിൽ ഈ സ്ക്രീനിൽ ഇവിടെ നമുക്ക് ടൈമർ സെൻറ്ററിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്തെങ്കിലും കണ്ടന്റ് ഒക്കെ ഉണ്ടായിരിക്കും. സോ ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ വാല്യൂസ് മാത്രം, അതായത് നമ്മൾ പ്രീവിയസ്ലി ഇവിടെ ഉണ്ടായിരുന്ന വേറെ കുറേ മെസ്സേജ് ഒക്കെ ഉണ്ട്, ആ മെസ്സേജ് ഒക്കെ വാനിഷ് ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. അതായത് ഇവിടെ നമ്മൾ എന്താണോ അപ്ഡേറ്റ് ചെയ്യുന്നത് ആ അപ്ഡേറ്റ് ഓവർ റൈറ്റ് ചെയ്ത് കളയും, പുതിയ വെബ് പേജ് മാത്രമായിട്ട് അത് ക്രിയേറ്റ് ചെയ്യും.
നമ്മളെ സിസ്റ്റത്തിലുണ്ട അല്ലെങ്കിൽ വെബ് സ്ക്രീനിലുണ്ടാകുന്ന സ്റ്റാറ്റിക് ആയിട്ടുള്ള മെസ്സേജ് എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടിട്ട് പുതിയ ടൈം മാത്രം വെബ് പേജിൽ കാണിക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് ഉപയോഗിക്കുന്നത്. സോ ജാവാ സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റ് എന്ന് പറയുന്ന മെത്തേഡ്. ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ റീലോഡ്, ആ ഫംഗ്ഷൻ റൺ ചെയ്യുന്ന സമയത്ത് വെബ് പേജിന് റീലോഡ് ചെയ്ത് പ്രീവിയസ് ഉണ്ടായിരുന്ന മെസ്സേജിനെല്ലാം നഷ്ടപ്പെടുവാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് നമ്മളുടെ എലമെന്റ് എവിടെയാണോ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ആ എലമെന്റിന് മാത്രം എടുത്ത് പ്രോസസ്സ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഡിവിഷന് ഒരു പേര് കൊടുക്കും. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, ഒരു ഐ ഡി കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ ക്ലോക്ക് എന്ന് പറയുന്നതാണ് ഐ ഡിയുടെ പേര്. ഡോട്ട് ഇന്നർ HTML. ഓക്കെ, സോ ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി ഡോട്ട് ഇന്നർ HTML ഇതൊരു മെത്തേഡാണ്. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിന് പകരം യൂസ് ചെയ്യുന്ന ഒരു ആൾട്ടർനേറ്റ് ആണ്. ഇതാണ് അഡ്വാൻസ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് ഡോട്ട് റൈറ്റിനേക്കാളും വളരെ ഫ്രീക്വന്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ജാവാ സ്ക്രിപ്റ്റ് ഉപയോഗിച്ച് വെബ് പേജ് അപ്ഡേറ്റ് ചെയ്യുന്നത്. ഗെറ്റ് എലമെന്റ് ബൈ ഐ ഡി. സോ നമ്മളുടെ ഒരു ക്ലാസ് ഉണ്ടായിരിക്കും, ആ ക്ലാസിന്റെ പേര് ക്ലോക്ക് ആണ്. അതിലേക്ക് മാത്രം അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഹവേഴ്സ് എഴുതി, മിനിറ്റ്സ് എഴുതി, സെക്കൻഡ്സ് എഴുതി നമുക്കറിയാം. ദെൻ സെറ്റ് ഇന്റർവെല്. സോ ദെൻ ബ്രേസ് ബ്രാക്കറ്റ് ജാവാ സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്തു, കോമ ഇട്ടതിന് ശേഷം സെറ്റ് ഇന്റർവെൽ എന്ന് പറയുന്ന അനദർ ഫംഗ്ഷൻ ആണ്. അതിലേക്ക് ഒരു ആർഗ്യുമെന്റ് പാസ് ചെയ്യണം. എല്ലാ 1000 മില്ലി സെക്കൻഡ്സിലും ഈ ഫംഗ്ഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ടൈം വേരിയബിൾ കിട്ടി, അതിൽ നിന്ന് അവേഴ്സ് മിനിറ്റ് സെക്കൻഡ്സ് കാൽക്കുലേറ്റ് ചെയ്തു, വെബ് പേജിലേക്ക് എഴുതി. ദെൻ ഒരു 1000 മില്ലി സെക്കൻഡ്സ്, അതായത് ഒരു സെക്കൻഡ് കഴിയുമ്പോൾ വീണ്ടും ഈ പാർട്ട് റൺ ചെയ്യും. അപ്പോൾ പുതിയ സെക്കൻഡ്സ് ആയിരിക്കും അല്ലെങ്കിൽ പുതിയ ടൈം ആയിരിക്കും നമുക്ക് ഇവിടെ അസൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ പുതിയ സമയത്തിന്റെ അവർ കിട്ടി, മിനിറ്റ് കിട്ടി, പുതിയ സെക്കൻഡ്സ് കിട്ടി. ആ സെക്കൻഡ്സ് കിട്ടിയ ലേറ്റസ്റ്റ് അവേഴ്സ് മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സിന് നമ്മൾ വീണ്ടും നമ്മളെ വെബ് പേജിലേക്ക് ക്ലോക്ക് എന്ന് പറയുന്ന ക്ലാസ് വേരിയബിളിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക 1000 മില്ലി സെക്കൻഡ്സ് or 1 സെക്കൻഡ്സ്. ഇതാണ് നമ്മുടെ ജാവാ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റ് ക്ലോസ് ചെയ്ത്, ബോഡി ക്ലോസ് ചെയ്ത്, HTML ക്ലോസ് ചെയ്തു. സോ ലെറ്റ്സ് റൺ ദിസ് കോഡ് ഓൺ യുവർ. Okay, this is we will run the code. ഓക്കെ, സോ ആദ്യം കണ്ടതുപോലെ തന്നെ പ്രോഗ്രാം എന്ന് പറയുന്നത് HTML ഉണ്ട്, ഹെഡ് ഉണ്ട്, ടൈറ്റിൽ ഉണ്ട്, ടൈറ്റിൽ ക്ലോസ് ചെയ്തു, ഹെഡ് ക്ലോസ് ചെയ്തു, ബോഡി സ്റ്റാർട്ട് ചെയ്തു, ഡിവിഷൻ ഐ ഡി കൊടുത്തിട്ടുണ്ട്, ഐ ഡിയുടെ പേര് ക്ലോക്ക്. അതാണ് നമ്മൾ ജാവാ സ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്നത്. സോ ഡിവിഷൻ ഒരു ക്ലാസ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് എലമെന്റ്സ് ഉണ്ട്, അതിനെ നമ്മൾ ഐ ഡി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ക്ലോക്ക്. ആ ക്ലോക്ക് ഉപയോഗിച്ച് നമുക്ക് ഈ ഡിവിഷൻ ക്ലാസ്സിലേക്ക് മാത്രം വാല്യൂസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ദെൻ സ്ക്രിപ്റ്റ് സ്റ്റാർട്ട് ചെയ്തു, സെറ്റ് ഇന്റർവൽ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു, ഫംഗ്ഷൻ പേര് കൊടുത്തു, ദെൻ ന്യൂ വേരിയബിൾ അവേഴ്സ് ഇൻ സെക്കൻഡ്സ്, സ്ക്രിപ്റ്റ് ഓട്ടോ അപ്ഡേറ്റ് എവറി സെക്കൻഡ്സ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ 1000 മില്ലി സെക്കൻഡ്സിലും നമ്മളുടെ ഈ ഫംഗ്ഷൻ്റെ അകത്തുള്ള കണ്ടന്റ് ജാവാ സ്ക്രിപ്റ്റ് റൺ ചെയ്ത് നമുക്ക് നമ്മളുടെ ടൈം ഓട്ടോമാറ്റിക് ആയിട്ട് ഇൻക്രിമെന്റ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സേവ് ദ കോഡ്. കമ്മിങ് ടു ദ time, see the time is previously run ചെയ്ത സമയത്ത് now 9 hours 48 minutes and 10 seconds ആയിരുന്നു, but now the time is 9 hours 53 minutes and some seconds. So let's refresh the page. റിഫ്രഷ് ചെയ്ത സമയത്ത് നമ്മൾ മാർജിൻ കൊടുത്തതുകൊണ്ട് 20% മാറിയിട്ട് താഴെ വരുന്നു 9 hours 454 minutes and 11 seconds. സോ വിത്തൗട്ട് റീലോഡിങ്, നമ്മൾ റിഫ്രഷ് ചെയ്യാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ആ സമയത്തിൻ്റെ സെക്കൻഡ്സ് നമ്മളുടെ വെബ് സ്ക്രീനിൽ ചേഞ്ച് ചെയ്ത് നമുക്ക് കാണാൻ പറ്റുന്നു. സോ ഈ HTML പേജ് മാത്രമാണ് യൂസ് ചെയ്തതെങ്കിൽ ഇതുപോലെ ഒരു ടൈം ചേഞ്ചിങ് എക്സ്പീരിയൻസ് നമുക്ക് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഓരോ പ്രാവശ്യം യൂസർ വന്നിട്ട് റിഫ്രഷ് ചെയ്ത് എന്താണ് സമയം എന്ന് നോക്കിയാൽ മാത്രമേ നമുക്ക് അവിടുത്തെ സമയം കാണാൻ പറ്റുമായിരുന്നു. ബട്ട് ഹിയർ with the use of JavaScript system or the web page is updating the time. ഇവിടുത്തെ സമയം എത്രയാണോ അത് അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ കാണുന്നതായിട്ട് കാണാൻ പറ്റും. So this is the use case of usage of JavaScript in web pages. Okay, so this is about JavaScript understanding. So